സർവഭൂമിയും യഹോവയാം ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് നിറയുമാറാകട്ടെ. പ്രിയ വായനാ സുഹൃത്തെ, പുതിയ വായനാ ദിവസത്തിലേക്ക് താങ്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 7, ഒന്നാമത്തെ വായനാ ഭാഗം രാജാക്കന്മാരുടെ ഒന്നാമത്തെ പുസ്തകത്തിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ വായിക്കാൻ പോകുന്ന രാജാക്കന്മാരുടെ പുസ്തകം, ഇത് 1ഉം 2ഉം പുസ്തകങ്ങളായിട്ടാണ് ബൈബിളിൽ അത് വെച്ചിട്ടുള്ളത്. ഇത് ആദ്യകാലങ്ങളിൽ ഇങ്ങനെ ആയിരുന്നിരിക്കില്ല, മറിച്ച് രാജാക്കന്മാരുടെ പുസ്തകം ഒറ്റ പുസ്തകമായിരുന്നു. പിന്നെ അത് കാലാന്തരത്തിൽ അതിനെ 2 പുസ്തകമാക്കിയതാണ്. അതുപോലെ തന്നെ ഇതിന് ശേഷം ദിനവൃത്താന്ത പുസ്തകങ്ങളുണ്ട്. ദിനവൃത്താന്ത പുസ്തകങ്ങളും 1ആം പുസ്തകവും 2ആം പുസ്തകവുമായിട്ടുമുണ്ട്. അതും കാലക്രമത്തിൽ 2 പുസ്തകങ്ങൾ ആക്കിയതാകാനാണ് സാധ്യത. പിന്നെ ഒരു കാര്യമുള്ളത്, ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിലും ദിനവൃത്താന്ത പുസ്തകത്തിലും രാജാക്കന്മാരുടെ പ്രവൃത്തികളും ചരിത്രവും അവരുടെ യുദ്ധവും അവർ രാജാവായതും മരിച്ചതും രാജാവ് വിരമിച്ചതും ഒക്കെയായ കാര്യങ്ങൾ രാജാക്കന്മാരുടെ കാര്യം തന്നെയാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ രാജാക്കന്മാരുടെ പുസ്തകവും ദിനവൃത്താന്ത പുസ്തകവും തമ്മിലുള്ളൊരു വ്യത്യാസം, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ അവിഭക്ത ഇസ്രായേലിൻ്റെ രാജാക്കന്മാരുടെ ചരിത്രവും, ആദ്യത്തെ ശൗല്, അത് കഴിഞ്ഞ് ദാവീദ്, പിന്നെ വിഭക്ത ഇസ്രായേൽ, വടക്ക് ഇസ്രായേൽ രാജ്യം, തെക്ക് യഹൂദ രാജ്യം. അങ്ങനെ വടക്ക് ഇസ്രായേൽ രാജ്യത്തിൻ്റെ രാജാക്കന്മാരുടെ ചരിത്രവും തെക്ക് യഹൂദ രാജാക്കന്മാരുടെ രാജഭരണത്തിൻ്റെ ചരിത്രവും രാജാക്കന്മാരുടെ പുസ്തകത്തിലുണ്ട്. എന്നാൽ ദിനവൃത്താന്ത പുസ്തകത്തിൽ യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്തം അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികൾ, അവരുടെ ജീവിതം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഇത് 2 പുസ്തകങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വടക്കുള്ള ഇസ്രായേൽ രാജ്യത്തിൻ്റെയും തെക്കുള്ള യഹൂദ രാജ്യത്തിൻ്റെയും രാജാക്കന്മാരുടെ ചരിത്രം അതിനകത്തുണ്ടെങ്കിൽ, ദിനവൃത്താന്ത പുസ്തകത്തിൽ തെക്കുള്ള യഹൂദ രാജ്യത്തിലെ രാജാക്കന്മാരുടെ ചരിത്രം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് തമ്മിൽ വ്യത്യാസം. ഇവിടെ നമ്മൾ വീണ്ടും പുസ്തകത്തിലേക്ക് കടക്കുകയാണ്, 1ാമത്തെ അധ്യായത്തിലേക്ക്. ഇവിടെ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, അവിടെ രാജാവ് ഇപ്പം വയസ്സായി, വൃദ്ധനായി, രാജാവിൻ്റെ കാലശേഷം പുതിയ രാജാവ് അവിടെ വേണം. അത് ആരെന്നുള്ളൊരു കാര്യത്തിൻ്റെ ഒരു വിഷയത്തിലേക്കാണ് ഇവിടെ വരുന്നത്. ഹഗീത്ത് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മകൻ അദോനിയാവ് ഞാൻ രാജാവ് ആകും എന്നും പറഞ്ഞ് കുതിരകളെ, രഥച്ചേവകരെ, തനിക്ക് മുമ്പാകെ ഓടുവാൻ 50 അകമ്പടികളെ ഒക്കെ സമ്പാദിച്ചു. അവൻ്റെ അപ്പൻ അവനെ മുഷിപ്പിക്കരുതെന്ന് വെച്ച് അവൻ്റെ ജീവകാലത്ത് ഒരിക്കലും നീ ഇങ്ങനെ ചെയ്തതെന്തെന്ന് അവനോട് ചോദിച്ചില്ല. അവനും ബഹുസുന്ദരനായിരുന്നു. അബ്ശാലോമിൻ്റെ ശേഷം ആയിരുന്നു അവൻ ജനിച്ചത്. അബ്ശാലോമാണ് ആദ്യം ജനിച്ചത്, അത് കഴിഞ്ഞിട്ടാണ് അദോനിയാവ് ജനിക്കുന്നത്. അദോനിയാവ് ഇപ്പം ഞാൻ രാജാവാകും എന്ന് പറഞ്ഞ്, അതായത് ദാവീദിന് ശേഷം രാജാവാകും എന്ന് പറഞ്ഞ് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇയാളൊരു വിരുന്ന് സംഘടിപ്പിക്കുന്നുണ്ട്. ഈ യോവാബിനോടും പുരോഹിതനായ അബ്യാഥാരിനും ഒക്കെ ഈ അദോനിയാവ് ആലോചന ചോദിക്കുമായിരുന്നു. ആലോചനകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അദോനിയാവിന് പിന്തുണയുമായിരുന്നു. യോവാബും അബ്യാഥാരും അദോനിയാവ് രാജാവായി വരുന്നതിന് പിന്തുണയായിരുന്നു. എന്നാൽ പുരോഹിതനായ സാദോക്കും യഹോയാദായുടെ മകനായ ബനായാവും പ്രവാചകനായ നാഥാനും ശിമയിയും രേയും ദാവീദിൻ്റെ വീരന്മാരും അദോനിയാവിൻ്റെ പക്ഷം ചേർന്നിരുന്നില്ല. അവരൊക്കെ അദോനിയാവിൻ്റെ പക്ഷത്തല്ലായിരുന്നു. അപ്പം അദോനിയാവ് ഒരു വിരുന്ന് നടത്തി. നേരത്തെ പറഞ്ഞല്ലോ, വിരുന്നിന് യഹൂദ പുരുഷന്മാരെയൊക്കെയും രാജഭൃത്യന്മാരെയും സഹോദരന്മാരെയും, അതായത് ബാക്കിയുള്ള ദാവീദ് രാജാവിൻ്റെ മക്കളെയൊക്കെ വിളിച്ചു. എന്നാൽ ഈ നാഥാനെയും ബനയാവെയും വീരന്മാരെയും തൻ്റെ സഹോദരനെ ശലോമോനെയും വിളിച്ചില്ല. അപ്പോൾ അത് മറ്റൊരു ഭാര്യ ബർശേബയുടെ മകനാണല്ലോ. അപ്പോൾ ബാക്കി സഹോദരന്മാരെ വിളിച്ചപ്പോൾ ശലോമോനെ വിളിച്ചിട്ടുമില്ല. എന്നാൽ നാഥാൻ ശലോമോൻ്റെ അമ്മയായ ബർശേബയോട് പറഞ്ഞത്, ഹഗീത്തിൻ്റെ മകനായ അദോനിയാവ് രാജാവായിരിക്കുന്നു എന്ന് നീ കേട്ടില്ലയോ? നമ്മുടെ യജമാനായ രാജാവ് അത് അറിഞ്ഞിട്ടുമില്ല. ആകയാൽ നിന്റെ ജീവനെയും നിന്റെ മകനായ ശലോമോൻ്റെ ജീവനെയും രക്ഷിക്കേണ്ടതിന് ഞാൻ നിനക്ക് ആലോചന പറഞ്ഞു തരാം. അപ്പോൾ അദോനിയാവ് രാജാവായാൽ ശലോമോൻ്റെയും ബത്ശേബയുടെയൊക്കെ ജീവന് തന്നെ ഭീഷണിയായി വരും
എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നുള്ളത് നാഥാൻ പ്രവാചകൻ പറയുന്ന വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാം. നീ ദാവീദ് രാജാവിൻ്റെ അടുക്കൽ ചെന്ന്, യജമാനായ രാജാവെ, ശലോമോൻ എൻ്റെ അനന്തരവനാണ് എന്ന് സിംഹാസനത്തിൽ ഇരിക്കും എന്ന് നീ അടിയനോട് സത്യം ചെയ്തിട്ടില്ലേ? പിന്നെ അദോനിയാവ് വാഴുന്നത് എന്ത് എന്ന് അവനോട് ചോദിക്കുക എന്ന് പറയും. നീ രാജാവിനോട് സംസാരിച്ച് നിൽക്കുമ്പോൾ ഞാനും പിന്നാലെ വന്ന് ഈ കാര്യം ഉറപ്പിച്ചോളാം എന്ന് പറയും. അങ്ങനെ ബത്ശേബ പള്ളിയറയിൽ ഇപ്പോൾ കിടക്കുന്ന സ്ഥലത്ത് ചെന്ന് ദാവീദിൻ്റെ അടുക്കൽ ചെന്നിട്ട് ദാവീദിനോട് പറഞ്ഞു, നമസ്കരിച്ചു. ആദ്യം എന്ത് വേണമെന്ന് ദാവീദ് തിരിച്ചും മറുപടി ചോദിക്കുന്നുണ്ട്. നിന്റെ മകൻ എൻ്റെ അനന്തരവനായി വാണ് എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമെന്ന് നീ നിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ അടിയനോട് സത്യം ചെയ്തില്ലോ. ഇപ്പോൾ ഇത് അദോനിയാവ് രാജാവായിരിക്കുന്നു, എൻ്റെ യജമാനായ രാജാവ് അറിയുന്നതുമില്ല. അവൻ അനവധി കാളകളെയും തടിപ്പിച്ച മൃഗങ്ങളെയും ആടുമാടുകളെ അറുത്ത് രാജകുമാരന്മാരെയും പുരോഹിതന്മാരെയും അബ്യാഥാരിനെയും സേനാപതിയായ യോവാബിനെയും ക്ഷണിച്ചു. എങ്കിലും നിന്റെ ദാസനായ ശലോമോനെ അവൻ ക്ഷണിച്ചില്ല. യജമാനായ രാജാവിൻ്റെ അനന്തരവനായി സിംഹാസനത്തിൽ ഇരിക്കേണ്ടത് ആരെന്ന് നീ അറിയിക്കേണ്ടതിന് എല്ലാ ഇസ്രായേലിൻ്റെയും കണ്ണ് നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പം നീ ഇത് പറയണമല്ലോ. നീ ഇത് പറഞ്ഞാലല്ലേ. അപ്പോൾ ആരെങ്കിലും ഞാനാ രാജാവെന്ന് പറയുന്നിടത്തല്ല, രാജാവ് ഇന്നയാൾ രാജാവെന്ന് പറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതിനൊരു വാല്യൂ ഉണ്ടാകുക, അത് ജനം അംഗീകരിക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ തന്നെ നാഥാൻ പ്രവാചകൻ അവിടെ വന്നു, സാഷ്ടാംഗം നമസ്കരിച്ചു. അപ്പോൾ നാഥാനും, രാജാവെ, അദോനിയാവ് എൻ്റെ അനന്തനായി വാണ് എൻ്റെ സിംഹാസനം ഇരിക്കും നീ കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണം. അദോനിയാവ് രാജാവായിരിക്കുമെന്ന് നീ കൽപ്പിച്ചിട്ടുണ്ടോ? അവൻ ഇന്ന് എല്ലാവരെയും വിളിച്ച് അവർക്ക് വിരുന്നൊക്കെ കൊടുക്കുന്നുണ്ട്, അബ്യാഥാരനെയും ക്ഷണിച്ചിട്ടുണ്ട്, അവർ അവൻ്റെ ഭക്ഷിച്ച് പാനം ചെയ്തു. അദോനിയാവ് രാജാവ് ജയ ജയ എന്ന് പറയുന്നു. അടിയനെയും പുരോഹിതനായ സാദോക്കിനെയും യഹോയാദയുടെ മകനായ ബെനയാവെയും നിന്റെ ദാസനായ ശലോമോനെയും അവൻ ക്ഷണിച്ചിട്ടില്ല. രാജാവിൻ്റെ അനന്തരവനായി സിംഹാസനത്തിൽ ഇരിക്കേണ്ടത് ആരെന്ന് അടിയങ്ങളെ നീ അറിയിക്കാതെ ഈ കാര്യം യജമാന രാജാവിൻ്റെ കൽപ്പനയാലാണോ നടന്നതെന്ന് ചോദിക്കും. പിന്നെ പറയും, ബത്ശേബയെ വിളിപ്പിൻ എന്ന് ഇത് കൽപ്പിച്ചു. അപ്പം ബത്ശേബ വരുമ്പോൾ ബത്ശേബ അവിടെ നിൽക്കുന്നല്ല, നാഥാൻ പ്രവാചകൻ വരുമ്പോൾ ബത്ശേബ അവിടെ ഇല്ല, ബത്ശേബ അവിടെ നിന്ന് മാറിപ്പോയി. പിന്നെ ബത്ശേബയെ വിളിക്കാൻ പറയുന്നു. അങ്ങനെ ബത്ശേബ വന്നു. ബത്ശേബയോട് പറഞ്ഞു, എൻ്റെ ജീവനെ സകല കഷ്ടത്തിൽ നിന്ന് വിടുവിച്ച വീണ്ടെടുത്തിരിക്കുന്ന യഹോവയാണ് നിന്റെ മകനായ ശലോമോൻ എൻ്റെ അനന്തരവനായി വാണ് എനിക്ക് പകരം എൻ്റെ സിംഹാസനം ഇരിക്കും എന്ന് ഞാൻ നിന്നോട് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ സത്യം ചെയ്തതുപോലെ ഞാൻ ഇന്ന് നിവർത്തിക്കും എന്ന് സത്യം ചെയ്തു പറഞ്ഞു. അപ്പോൾ ബത്ശേബ സാഷ്ടാംഗം വഴി നമസ്കരിച്ചു. എൻ്റെ യജമാനായ ദാവീദ് രാജാവ് ദീർഘായുസിരിക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ദാവീദ് പുരോഹിതനായ സാദോക്കിനെയും പ്രവാചകനായ നാഥാനെയും യഹോയാദയുടെ മകനായ ബെനായാവെയും വിളിപ്പിൻ എന്ന് പറഞ്ഞ് അവർ രാജസന്നിധിയിൽ ചെന്നു. നിങ്ങളുടെ യജമാൻ്റെ ഭൃത്യന്മാരെ കൂട്ടിക്കൊണ്ട് എൻ്റെ മകനായ ശലോമോനെ എൻ്റെ കോവർ കഴുതപ്പുറത്ത് കയറ്റി താഴെ ഗീഹോനിലേക്ക് കൊണ്ടുപോകണം. അവിടെ വെച്ച് സാദോക്ക് പുരോഹിതനും നാഥാൻ പ്രവാചകനും അവനെ ഇസ്രായേൽ രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. പിന്നെ കാഹളമൂതണം, ശലോമോൻ രാജാവ് ജയ ജയ എന്ന് ഘോഷിച്ച് പറയണം. അതിന് ശേഷം നിങ്ങൾ അവൻ്റെ പിന്നാലെ വരണം. അവൻ വന്ന് എൻ്റെ സിംഹാസനത്തിൽ ഇരുന്ന് എനിക്ക് പകരം രാജാവാകണം. ഇസ്രായേലിനും യഹൂദയ്ക്കും പ്രഭുവായിരിക്കണം ഞാൻ അവനെ നിയമിച്ചിരിക്കുന്നു. അപ്പോൾ യഹോവയുടെ മകൻ ബെനായാവ് രാജാവിനോട്, ആമേൻ, യജമാനായ രാജാവിൻ്റെ ദൈവമായ യഹോവയും അങ്ങനെ തന്നെ കൽപ്പിക്കുമാറാട്ടെ. അപ്പം ദൈവത്തിൻ്റെ തീരുമാനം തന്നെ ആകട്ടെ ഇത് എന്ന് പറഞ്ഞിട്ടാണ് അവരോടൊന്ന് പോകുന്നത്. എന്നിട്ട് അവർ ചെന്ന് ദാവീദ് രാജാവിൻ്റെ തന്നെ കോവർ കഴുതപ്പുറത്ത് ശലോമോനെ കയറ്റി ഗീഹോനിലേക്ക് കൊണ്ടുപോയി. അവിടെ സാദോക്ക് പുരോഹിതൻ തൈലക്കൊമ്പ് കൊണ്ടുവന്ന് ശലോമോനെ അഭിഷേകം ചെയ്തു. കാഹളമൂതി ജനമൊക്കെയും ശലോമോൻ രാജാവേ ജയ. അപ്പം അദോനിയാവിനെ ജയ വിളിച്ച ആളുകൾ കുറേ കാണുമല്ലോ, അത് അബ്ശാലോമിൻ്റെ പുറകെ ആൾക്കാരുമുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്തായാലും ദാവീദിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന വലിയൊരു സംഘം ആൾക്കാരുണ്ട്. അവർ ഒഫീഷ്യലി നടക്കുന്ന കാര്യമാണ്. സാദോക്ക് പുരോഹിതൻ വരുന്നത്, നാഥാൻ പ്രവാചകൻ വരുന്നത് ഒക്കെ വരുന്നത് അതിൻ്റെ ഒരു ഒഫീഷ്യൽ ഒരു സംഗതിയായിട്ട് ജനത്തിന് മനസ്സിലാവും. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ജനം ഇവിടെ ഘോഷിക്കുന്നത് ദാവീദ് രാജാവേ ജയ ജയ എന്ന്. പിന്നെ അവരൊക്കെ പുറകെ ചെന്നു കൊയിലൂതി അവരുടെ ഘോഷം കൊണ്ട് ഭൂമി കുലുങ്ങുമാർ അത്യന്തം സന്തോഷം. അപ്പോൾ ജനം ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അദോനിയാവും കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ വിരുന്നുകാർ ഭക്ഷണം കഴിച്ചിരിക്കുമ്പോഴാണ്. അപ്പം ആ സമയത്ത് തന്നെയാണ് അവരിത് കേട്ടത്. കാഹളനാദം കേട്ടപ്പോൾ യോവാബ് പട്ടണം കലങ്ങിയിരിക്കുന്ന ഈ ആരവം എന്ത് എന്ന് ചോദിച്ചു. അപ്പോൾ യോവാബ് മറുപക്ഷത്തായി, അല്ലെങ്കിൽ യോവാബ് ഇപ്പം
ശലോമോൻ്റെ കൂടെയല്ല, അല്ലെങ്കിൽ ദാവീദ് രാജാവിൻ്റെ കൂടെയുമല്ല. ദാവീദ് രാജാവിന് എതിരായി കൂട്ടം കൂടിയ ഒരു കൂട്ടത്തിൻ്റെ കൂടെയാണ്, അല്ലെങ്കിൽ ഒരു മകൻ്റെ കൂടെയാണ്. അപ്പോൾ അവരെല്ലാവരും ഈ ശബ്ദം കേട്ടു, എന്താണെന്ന് അന്വേഷിച്ചു. പട്ടണം കലങ്ങിയിരിക്കുന്ന ആരോ എന്ത് എന്നവർ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ഈ അബ്യാഥാൻ്റെ മകൻ യോനാഥാൻ അകത്ത് വന്നു. അവിടെ വെച്ച് പറഞ്ഞു, നമ്മുടെ യജമാനായ രാജാവ് ശലോമോനെ രാജാവാക്കിയിരിക്കുന്നു. രാജാവ് സാദോക് പുരോഹിതനെയും നാഥാൻ പ്രവാചകനെയും യഹോയാദയുടെ മകനായ ബെനായാവെയും പ്ലേത്തിരെയും അവനോടുകൂടി അയച്ചു. അവർ അവനെ രാജാവിൻ്റെ ഓവർക്കഴുത്തപ്പുറത്ത് കയറ്റി. സാദോക് പുരോഹിതൻ നാഥാൻ പ്രവാചകനെ ഗീഹോൻ വെച്ച് രാജാവായിട്ട് അഭിഷേകം ചെയ്തു. അവർ പട്ടണം മുഴങ്ങും സന്തോഷം കൊണ്ട് അവിടെ നിന്ന് മടങ്ങിപ്പോയി. ഇതാകുന്നു നിങ്ങൾ കേട്ട ഘോഷം. അത്രയുമല്ല, ശലോമോൻ രാജസിംഹാസനത്തിരിക്കുന്നു. രാജഭൃത്യന്മാരും നമ്മുടെ യജമാനായ ദാവീദ് രാജാവിനെ വന്ദനം ചെയ്യുവാൻ വന്നു. നിന്റെ ദൈവം ശലോമോൻ്റെ നാമത്തെ നിന്റെ നാമത്തേക്കാൾ ഉത്കൃഷ്ടവും അവൻ്റെ സിംഹാസനത്തെ നിന്റെ സിംഹാസനത്തേക്കാൾ ശ്രേഷ്ഠവുമാക്കട്ടെ എന്ന് പറഞ്ഞു. ആര്? ഈ വന്നവരൊക്കെ ആക്കട്ടെ എന്ന് ദാവീദ് രാജാവിനോട് പറഞ്ഞു എന്നാണ്. രാജാവ് തൻ്റെ കട്ടിലിൽ നമസ്കരിച്ചു. ഇന്ന് എൻ്റെ സിംഹാസനത്തിൽ എൻ്റെ സന്തതി ഇരിക്കുന്ന എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ സംഗതി വരുത്തിയ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് ദാവീദ് പറയുകയാണ്. ഉടനെ അദോനിയാവിൻ്റെ വിരുന്നുകാരൊക്കെയും ഭയപ്പെട്ട്, ഇപ്പോൾ ഈ റിപ്പോർട്ടിങ്ങാണിത്, ഉടനെ അദോനിയാവിൻ്റെ വിരുന്നുകാരൊക്കെയും ഭയപ്പെട്ട് എഴുന്നേറ്റ് ഓരോരുത്തരും താന്താത്ത വഴിക്ക് പോയി. അപ്പോൾ അവിടെ നിന്നാൽ പന്തിയല്ല, തങ്ങളുടെ ജീവനും സ്വത്തിനും ആരോഗ്യത്തിനും ഒക്കെ ദോഷമാവും എന്ന് മനസ്സിലാക്കി അദോനിയാവ് രാജാവാകുമെന്നല്ല വിചാരിച്ചു. അപ്പോൾ അദോനിയാവ് രാജാവ് ആവുമെങ്കിൽ കൂടെ നിന്നാൽ കുഴപ്പമില്ല. അപ്പോൾ അദോനിയാവ് രാജാവല്ല, മറിച്ച് ശലോമോനാണ് രാജാവ്. ഇനി അദോനിയാവിൻ്റെ കൂടെ നിന്നാൽ തങ്ങൾക്ക് ദോഷമാണെന്ന് മനസ്സിലായിട്ട് അവരെല്ലാം ഓരോരുത്തരും ഒഴുകി. അദോനിയാവും ശലോമോനെ പേടിച്ചൊന്ന് യാഗപീഠത്തിൻ്റെ കൊമ്പുകളെ പിടിച്ചു. അപ്പോൾ യാഗപീഠത്തിൻ്റെ കൊമ്പുകൾ പിടിക്കുക എന്ന് പറഞ്ഞാൽ അത് അഭയം ചൊല്ലുന്ന പോലെ തൻ്റെ സംരക്ഷണയ്ക്കായിട്ടാണ്. അപ്പം അങ്ങനെ ഒരുത്തിനെ പിടിച്ചുകൊണ്ട് വന്ന് കൊല്ലാനോ, അവിടെ വെച്ച് കൊല്ലാനോ, പിടിച്ചുകൊണ്ട് വന്ന് കൊല്ലാനോ ഒന്നും ഒക്കത്തില്ലാത്ത അഭയം ചൊല്ലലാണ്. അദോനിയാവ് ശലോമോൻ രാജാവിനെ പേടിക്കുന്നു. ശലോമോൻ രാജാവ് അടിയനെ വാൾ കൊണ്ട് കൊല്ലുകയില്ല എന്ന് എന്നോട് സത്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അവൻ യാഗപീഠത്തിൻ്റെ കൊമ്പുകളെ പിടിച്ചിരിക്കുന്നു. ശലോമോനും ആ വാർത്ത കേട്ടു. അവൻ യോഗ്യനായിരുന്നാൽ അവൻ്റെ തലയിലെ ഒരു രോമവും നിലത്ത് വീഴുകയില്ല, അവനിൽ കുറ്റം കണ്ടാലോ അവൻ മരിക്കണം എന്ന് ശലോമോൻ കൽപ്പിച്ചു. അങ്ങനെ ശലോമോൻ ആളയച്ച് അവർ അവനെ യാഗപീഠത്തിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്നു. അവൻ ശലോമോൻ രാജാവിന് നമസ്കരിച്ചു. ശലോമോൻ അവനോട് നീ നിൻ്റെ വീട്ടിൽ പൊക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഏതവസ്ഥയിലായിപ്പോകാമായിരുന്ന ഒരു കാര്യത്തെയാണ് ദൈവം ദാവീദ് രാജാവ്, നാഥാൻ പ്രവാചകൻ, അതുപോലെ പുരോഹിതൻ, സാദോക് പുരോഹിതൻ, ഇവരെല്ലാവരും അതിനകത്ത് പാർട്ടായി നിന്നുകൊണ്ട്, ഭാഗഭാക്കാക്കി നിന്നുകൊണ്ട് ഈ ഒരു കാര്യം ചെയ്തെടുത്ത് നോക്കണം. അല്ലെങ്കിൽ അദോനിയാവ് രാജാവ് ആവുമെങ്കിൽ ഈ അന്തരീക്ഷം മൊത്തം വേറൊരു അന്തരീക്ഷമാവും. അദോനിയാവ് ക്രൂരനൊക്കെ ആണെങ്കിൽ ഇന്ന് അഭയം ചൊല്ലുന്ന അദോനിയാവ് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ എന്താകുമെന്ന് നമുക്ക് ഊഹിക്കാനൊക്കെ തരാം. അധികാരം കിട്ടുന്നൊരവസ്ഥയിൽ നമ്മൾ അയാളെ കണ്ടില്ലല്ലോ. ചിലപ്പോൾ ദാവീദ് രാജാവിൻ്റെ ജീവന് തന്നെ ചിലപ്പം ഭീഷണിയാവും. ദാവീദ് രാജാവിനെ കൊല്ലുകയോ ദാവീദ് രാജാവിനെ തടവറയിലാക്കുകയോ ഒക്കെ ചെയ്യാം. കാരണം ആ ഒരു സംഗതിക്ക് ദാവീദ് രാജാവിൻ്റെ അനുകൂലമോ പിന്തുണയോ ഉണ്ടാകത്തില്ലല്ലോ. അങ്ങനത്തെ സാഹചര്യത്തിൽ അത് ദാവീദിന് തന്നെ ദോഷമായി തീരാവുന്നതായിരുന്നു. എന്നാൽ അത് വളരെ ഭംഗിയായി. അതുകൊണ്ട് ശലോമോൻ എന്ന ശ്രേഷ്ഠനായ രാജാവിനെ, ശ്രേഷ്ഠനായ ജ്ഞാനിയെ, ഉത്തമഗീതം, സദൃശ്യവാക്യങ്ങൾ, സഭാപ്രസംഗി തുടങ്ങിയ പുസ്തകങ്ങളുടെ രചയിതാവ്, അങ്ങനെ ഒരു വലിയ ശ്രേഷ്ഠനായ ജ്ഞാനിയായ ഒരു മനുഷ്യനെ, ദൈവ വിശ്വാസിയെ, രാജാവിനെ ഒക്കെ ഇസ്രായേലിൽ ലഭിച്ചു. 40 വർഷക്കാലമാണ് ശലോമോൻ രാജാവായിരുന്നത്. ഇതൊക്കെയും അതിൻ്റെ റിസൾട്ടാണ്. അദോനിയാവിൻ്റെ ആയിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു റിസൾട്ടായിരിക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. രണ്ടാമത്തെ വായനാഭാഗം യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 28-ാം അധ്യായമാണ്. ഇവിടുത്തെ കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നത് യഹൂദ രാജാവായ സിദെക്കീയാവിൻ്റെ വാഴ്ചയുടെ ആരംഭത്തിങ്കൽ 4-ാം ആണ്ടിൽ 5-ാം മാസത്തിൽ. അപ്പം സിദെക്കീയാവ് രാജാവായി അതിൻ്റെ ആരംഭത്തിൽ എന്ന് പറഞ്ഞാൽ 4-ാം വർഷം 5-ാം മാസത്തിൽ. അവിടെ ഹനന്യാവ് എന്നൊരു പ്രവാചകനുണ്ട്. ഹനന്യാവ് എന്നാണ് ഇവിടെ ഉള്ളൂ. ഹനന്യാവ് എന്നാണ് പേര്. പ്രവാചകൻ ആലയത്തിൽ പുരോഹിതന്മാരുടെയും സർവ്വജനത്തിൻ്റെ മുമ്പിൽ വെച്ച് യിരെമ്യാ പ്രവാചകനോട് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. പറഞ്ഞ ഇതാണ്: ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ ബാബേൽ രാജാവിൻ്റെ നുകമൊടിച്ചു കളയുന്നു,
ബാബേൽ രാജാവായ നെബൂഖദ്നേസർ ഈ സ്ഥലത്ത് നിന്ന് എടുത്ത് ബാബേലിലേക്ക് കൊണ്ടുപോയിരിക്കുന്ന യഹോവയുടെ ആലയം വക ഉപകരണങ്ങളൊക്കെയും ഞാൻ 2 വർഷത്തിനകം ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തും. യഹോയാക്കീൻ്റെ മകനായ യഹൂദ രാജാവ് യെഖന്യാവെയും ബാബേലിലേക്ക് പോയ സകല യഹൂദ ബദ്ധന്മാരെയും ഞാൻ ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തും. ഞാൻ ബാബേൽ രാജാവിനെ നുഖമൊടിച്ചു കളയും എന്ന യഹോവയുടെ അരുളപ്പാട്. ഇതാണ് യിരെമ്യാ പ്രവാചകനോട് ഹനന്യാവ് എന്ന പ്രവാചകൻ എന്ന് പറയുന്ന ആൾ പറയുന്ന കാര്യം. അത് ഈ പറഞ്ഞ കാര്യം യിരെമ്യാ പ്രവാചകൻ പറഞ്ഞ കാര്യത്തിന് ഘടകവിരുദ്ധമായ കാര്യമാണ്. അപ്പം ഇത് കേട്ടിട്ട് യിരെമ്യാ പ്രവാചകൻ പുരോഹിതന്മാരും യഹോവയുടെ ആലയത്തിൽ നിൽക്കുന്ന സകല ജനങ്ങൾക്ക് ഹനന്യാവോട് പറഞ്ഞു, യഹോവ അങ്ങനെ ചെയ്യുമാറാകട്ടെ. യഹോവയുടെ ആലയം വക ഉപകരണങ്ങളെയും സകല ബദ്ധന്മാരെയും ബാബയിൽ നിന്ന് മടക്കി വരുത്തുമെന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണല്ലോ. നീ പറഞ്ഞ വാക്കുകളെ യഹോവ നിവർത്തിക്കുമാറാകട്ടെ. എങ്കിലും അല്ല, അങ്ങനെ സംഭവിച്ചാൽ നല്ലതാണല്ലോ. അത് ദൈവം അത് ചെയ്യുന്നെങ്കിൽ നല്ല കാര്യം, ചെയ്യണം. അത് സ്വന്തം ജനമല്ലേ, യഹോവയുടെ ആലയത്തിലെ ഉപകരണങ്ങളല്ലേ, തിരിച്ചു വരട്ടെ. എങ്കിലും ഞാൻ നിന്നോടും സകല ജനത്തോടും പറയുന്ന ഈ വചനം കേട്ടുകൊള്ളുക. എനിക്കും നിനക്കും മുമ്പ് പണ്ടേ ഉണ്ടായിരുന്ന പ്രവാചകന്മാർ അനേകം ദേശങ്ങൾക്കും വലിയ രാജ്യങ്ങൾക്കും വിരോധമായി യുദ്ധവും അനർത്ഥവും മഹാമാരിയും പ്രവചിച്ചു. സമാധാനം പ്രവചിക്കുന്ന പ്രവാചകനോ അവൻ്റെ വചനം നിവൃത്തിയാകുമ്പോൾ അവന് സത്യമായിട്ട് യഹോവ അയച്ച പ്രവാചകൻ എന്ന് തെളിയും. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ദൈവം അയച്ചിട്ടുള്ളതാണെങ്കിൽ അവൻ പറഞ്ഞ കാര്യം സംഭവിക്കുമ്പോൾ അത് അവനെ ദൈവം അയച്ചാണെന്ന് തെളിയും. അപ്പോൾ ഹനന്യാ പ്രവാചകൻ എന്ത് ചെയ്യുന്നറിയാമോ? ഒരു യിരെമ്യാ പ്രവാചകൻ്റെ കഴുത്തിൽ നിന്ന് ആ നുകം എടുത്ത് ഒടിച്ചു കളഞ്ഞിട്ട്, ഒരു നുകം വെച്ചായിട്ടാണ് പറയുന്നത്, ഒടിച്ചു കളഞ്ഞിട്ട് സകല ജനങ്ങൾക്ക് ഇങ്ങനെ ഞാൻ 2 സംവത്സരത്തിനകം ബാബേൽ രാജാവായ നെബൂഖദ്നേസറിൻ്റെ നുകം സകല ജാതികളുടെയും കഴുത്തിൽ നിന്ന് എടുത്ത് ഒടിച്ചു, 2 വർഷത്തിനകത്ത്. അപ്പോൾ യിരെമ്യാ പ്രവാചകനോ തൻ്റെ വഴിക്ക് പോയി. ഹനന്യാ പ്രവാചകന് യിരെമ്യാവിൻ്റെ കഴുത്തിൽ നിന്ന് നുകമെടുത്ത് ഒടിച്ചു കളഞ്ഞ ശേഷം യിരെമ്യാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായെന്നാൽ നീ ചെന്ന് ഹനന്യാവോട് പറയണം. അപ്പോൾ ഹനന്യാവുമായിട്ട് ഒരു പിരിഞ്ഞു പോയെങ്കിലും നീ പോയി ഹനന്യാവിനോട് പറയണം, നീ മരം കൊണ്ടുള്ള നുകം ഒടിച്ചു കളഞ്ഞിരിക്കുന്നു, അതിന് പകരം നീ ഇരുമ്പ് കൊണ്ടുള്ള നുകം ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പം മരം കൊണ്ടുള്ള നുകം എന്ന് പറഞ്ഞാൽ ഭാരം കുറവായിരിക്കും, കുറച്ചുകൂടെ സ്മൂത്തായിരിക്കും, വലിക്കാൻ സൗകര്യമായിരിക്കും. അവിടെ ഇരുമ്പ് കൊണ്ടൊരു നുകം, അതിൻ്റെ എത്രയോ ഭാരമുള്ള നുകം, കൂടുതൽ ബുദ്ധിമുട്ടുള്ള നുകം, കൊണ്ടു നടക്കാൻ അസൗകര്യമുള്ള എളുപ്പമില്ലാത്ത നുകം ആണ് നീ ഇപ്പോൾ ഉണ്ടാക്കി. നീ ഇത് ഒടിച്ചു കളഞ്ഞതുകൊണ്ട് ദൈവം നിനക്ക് വച്ചിരിക്കുന്നത് നീ ഇപ്പോൾ ഇരുമ്പ് കൊണ്ടൊരു നുകം ഉണ്ടാക്കിയിരിക്കുന്ന അവസ്ഥയിലാണ് നിൻ്റെ അവസ്ഥ. എങ്ങനെയെന്നാൽ ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ പറയുന്നു, ബാബേൽ രാജാവായ നെബൂഖദ്നേസറിനെ സേവിക്കേണ്ടതിന് ഇരുമ്പ് കൊണ്ടുള്ള ഒരു നുകം ഞാൻ ഈ സകല ജാതികളുടെയും കഴുത്തിൽ വെച്ചിരിക്കുന്നു. അവർ അവനെ സേവിക്കേണ്ടി വരും. വയലിലെ മൃഗങ്ങളെയും ഞാൻ അവന് കൊടുത്തിരിക്കുന്നു. പിന്നെ വീണ്ടും ഹനന്യാ പ്രവാചകനോട്, ഹനന്യാവേ കേൾക്ക, യഹോവ നിന്നെ അയച്ചിട്ടില്ല, നീ ജനത്തെ ഭോഷ്കിൽ ആശ്രയിക്കുമാറാക്കുന്നു. അതുകൊണ്ട് ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ ഭൂതലത്തിൽ നിന്ന് നീക്കിക്കളയും. എന്തുകൊണ്ടാണ്? നീ ജനത്തെ വഴിതെറ്റിക്കുന്നു. ദൈവം അയക്കാതെ ഞാൻ ദൈവം അയത്താൽ അയക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. ദൈവം പറയാതെ ഇതൊക്കെ ദൈവം പറഞ്ഞ കാര്യങ്ങളാണെന്ന് നീ ജനത്തോട് പറയുന്നു. നിനക്ക് ശിക്ഷ ലഭിക്കാതിരിക്കുകയില്ലല്ലോ. അങ്ങനെയുള്ളവർക്കെല്ലാം ശിക്ഷ ലഭിക്കും. അപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ ഭൂതലത്തിൽ നിന്ന് നീക്കിക്കളയും, നീ ഈ ആണ്ടിൽ മരിക്കും. നീ യഹോവയ്ക്ക് വിരോധമായി മത്സരം ചെയ്തിരിക്കുന്നത് കൊണ്ട് സംസാരിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അങ്ങനെ ഹനന്യാ പ്രവാചകൻ ആ വർഷം തന്നെ 7-ാം മാസത്തിൽ മരിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ യിരെമ്യാ പ്രവാചകൻ്റെ വാക്കുകൾക്ക്, യിരെമ്യാ പ്രവാചകൻ എന്ന വ്യക്തിക്ക്, യിരെമ്യാ പ്രവാചകനിലുള്ള പ്രവാചക ശുശ്രൂഷയ്ക്ക് കുറച്ചുകൂടി വാല്യൂ വരാനാണ് സാധ്യത. വാല്യൂ വരികയാണ്. അപ്പം അതിനു മുമ്പ് ഉണ്ടായിരുന്നതിൽ വ്യത്യസ്തമായ ഒരവസ്ഥയിലേക്ക് യിരെമ്യാ പ്രവാചകനും മാറി. ബാക്കിയുള്ള കള്ളപ്രവാചകന്മാർക്ക്, ദൈവം അയക്കാതെ ഭോഷ്ക് പറയുന്ന പ്രവാചകന്മാർക്ക് ഇതൊരു പാഠവും ആയി ആ കാലത്ത്. അപ്പോൾ അതിനാണ് ഇത് ഈ ഒരു സംഗതി വഴിതെളിച്ചത്. ജനവും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. പ്രവാചകന്മാരുടെ കാര്യത്തിൽ മാത്രമല്ല, ജനവും ഇത് കാണുന്നുണ്ട്. നേർവഴിക്ക് മടങ്ങി വരാനും തിരിച്ചറിയപ്പെടാനും സാധ്യത കൂടുതലായിരിക്കും സാഹചര്യം. വേണമെന്നുള്ളവർക്ക് ഇപ്പോൾ അവരുടെ ജീവിതം ക്രമപ്പെടുത്തുവാൻ, ബാബേലിലേക്ക് പോകേണ്ടി വന്നാൽ അവിടേക്ക് പോകുവാൻ, മനം തിരിയുവാൻ ഇടയാക്കുന്നൊരു വലിയ സംഭവമാണ് ഇവിടെ നടന്നത്. യിരെമ്യാ പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ നടന്നു. നീ ഈ ആണ്ടിൽ മരിക്കുമെന്ന് പറഞ്ഞു. ആ ആണ്ടിൽ തന്നെ ഹനന്യാ പ്രവാചകൻ മരിക്കുകയും ചെയ്തു.
അപ്പോൾ ആരുടെ പ്രവചനമാണ് നടക്കുന്നത് എന്നുള്ളത് അവിടെ തെളിയുന്നു. മാത്രമല്ല, കുറച്ചുനാൾ കഴിയുമ്പോഴത്തേക്ക് യിരെമ്യാ പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഇവർ പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ പക്ഷത്തുള്ളവനും ദൈവത്തിൻ്റെ പക്ഷത്തില്ലാത്തവനും തമ്മിലുള്ള ഒരു വ്യത്യാസം, അത് ദൈവം തന്നെയാണ് അതിന് ഒരു തെളിവ് കാണിച്ചു കൊടുക്കുന്നത്. വേറെ ആരുമല്ലേ. യിരെമ്യാ പ്രവാചകൻ അതിനകത്ത് റോളില്ല. യിരെമ്യാ പ്രവാചകൻ്റെ റോളെന്ന് പറയുന്നത് ദൈവം പറയുന്നത് ചെയ്യുന്നു, ദൈവം പറയുന്നത് പ്രസ്താവിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് ആണ് ചെയ്യേണ്ടത്. നമ്മളും എല്ലാവരും ചെയ്യേണ്ടത് തന്നെയാണ്. അവിടെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരും. നമ്മുടെ ജീവിതത്തിലായാലും ദൈവം പറയുന്ന കാര്യം ചെയ്യാനും, ദൈവം പറയുന്നത് പറയാനും, പറയരുതെന്ന് പറയുന്നത് പറയാതിരിക്കാനും ഒക്കെയും നമ്മൾ ശുഷ്കാന്തി കാണിച്ചാൽ ഇതേപോലെ തന്നെ നമ്മുടെ കാര്യത്തിലും ദൈവം ആവശ്യമായത് ചെയ്യും. ഒന്നും പ്രാർത്ഥിക്കുക, ആവശ്യപ്പെടുക ഒന്നും വേണ്ടില്ല. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ദൈവം അറിയുന്നുണ്ട്. നമ്മുടെ വ്യവസ്ഥ ശരിയായി വന്നാൽ ദൈവം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ദൈവം കൃത്യമായി ചെയ്യും എന്നുള്ളതിനൊരു തെളിവും കൂടെയാണ് ഇവിടെ നടന്ന ഈ യിരെമ്യാ പ്രവാചകൻ്റെയും ഹനന്യാ പ്രവാചകൻ എന്ന് പറയുന്ന കള്ളപ്രവാചകൻ്റെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഈ കാര്യം. അത് യിരെമ്യാ പ്രവാചകൻ എന്തുമാത്രം ഗുണമായി. യിരെമ്യാ പ്രവാചകൻ മാനിക്കപ്പെട്ടു. യിരെമ്യാ പ്രവാചകൻ അതുവരെ ഉണ്ടായിരുന്ന വിഷമങ്ങളും മാറിക്കാണും. താൻ ഈ ജനത്തിൻ്റെ ഇടയിൽ അവർക്ക് നിന്നാപാത്രമായി, അവർ ദൈവത്തിൻ്റെ വാക്കല്ല, ഞാൻ ഭോഷ്കാണ് പറയുന്നതെന്ന് വിശ്വസിക്കും ജനം. അപ്പോൾ ഇവിടെ ഈ സമയത്ത് ഒരുപാട് പേര് ദൈവത്തെങ്കിലേക്ക് തിരിച്ചിട്ടുണ്ടാകും, യിരെമ്യാ പ്രവാചകൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അനുസരിച്ചിട്ടുണ്ടാകും, നന്മയിലേക്ക് പോയിട്ടുണ്ടാകും, ബാബേൽ രാജാവിന് കീഴടങ്ങിയിട്ടും ഉണ്ടാകും. ഇതൊക്കെയും ഇവിടെ നടക്കുന്ന റിസൾട്ടുകളാണ്. ഇതൊന്നും അവിടെ എഴുതിയിട്ടില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ അത്തരം കാര്യങ്ങൾക്ക് സാധ്യത ഉണ്ടാകുമല്ലോ എന്ന് പറഞ്ഞു വന്ന് മാത്രം. മൂന്നാമത്തെ വായനാഭാഗത്തിൽ നിന്ന് മാർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് യേശുക്രിസ്തുവിൻ്റെ വീട്ടിൽ യേശുക്രിസ്തു ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ പലരും കൂടി വന്നു. ഒരുപാട് പേര് കൂടി വന്നു. വീട്ടിനകത്തോട്ട് കടക്കാൻ പോലും കഴിയാതെ വണ്ണം വാതിൽക്കലൊക്കെ ആളുകളായി. അവിടെ ഒരു പക്ഷപാതക്കാരനെ രോഗസൗഖ്യത്തിന് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ പക്ഷപാതക്കാരനെ വീട്ടിനകത്തോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. അവർ കൂര പൊളിച്ചിട്ട് പക്ഷപാതക്കാരനെ തൻ്റെ കിടക്കയോടുകൂടി യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ ഇറക്കി വെച്ചു. യേശു ആ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട് പറഞ്ഞു, അവരുടെ വിശ്വാസം കണ്ടിട്ട്, മകനെ നിൻ്റെ പാപങ്ങൾ മോഹിച്ചു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് ഒരു വലിയ ക്രിട്ടിക്കൽ ഇഷ്യൂ ആയിട്ട് മാറുകയാണ് അവിടെ. കാരണം മറ്റൊന്നുമല്ല, പാപങ്ങൾ മോഹിച്ചു കൊടുക്കാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. അത് സത്യമാണ് അവർ പറയുന്നത്. അവിടെ പരീശന്മാരുണ്ടായിരുന്നു, ശാസ്ത്രിമാരുണ്ടായിരുന്നു. ശാസ്ത്രിമാർ പറയുന്നത് ഇവൻ ദൈവദൂഷണമാണ് പറയുന്നത്. പാപം മോഹിച്ചു കൊടുക്കാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളപ്പോൾ പാപങ്ങളെ മോഹിച്ചു വന്നിരിക്കുന്നു ഇവൻ എങ്ങനെ പറയും? അവനിൽ അധികാരമില്ല, അതുകൊണ്ട് ഇവൻ കുറ്റക്കാരനാണെന്നുള്ളതാണ് അവരുടെ ഭാഗം. പക്ഷേ യേശുക്രിസ്തുവിന് പാപങ്ങളെ മോഹിച്ചു കൊടുക്കാനുള്ള അധികാരം ദൈവം കൊടുത്തു എന്നുള്ളത് അവർ ഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ചുള്ള സത്യം. അല്ലാതെ യേശുക്രിസ്തു സ്വയം അഹങ്കാരം കാണിച്ചത് അല്ല, അല്ലെങ്കിൽ തനിക്കില്ലാത്ത അധികാരം വിനിയോഗിച്ചതല്ല. ദൈവം അങ്ങനെ അധികാരം യേശുക്രിസ്തുവിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് പിന്നീടാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്, നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ സംഭവങ്ങളുമായിട്ട് അവസാനം വരെ നമ്മൾ നോക്കുമ്പോൾ അത് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഇവരുടെ ഹൃദയത്തിലുള്ള വിചാരം മനസ്സിലാക്കിയിട്ട് യേശുക്രിസ്തു അവിടെ ചോദിക്കുന്നുണ്ട് അവരോട്, പക്ഷപാതക്കാരനോട് നിൻ്റെ പാപങ്ങൾ മോഹിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് കിടക്ക എടുത്ത് നടക്കുക എന്ന് പറയുന്നതോ ഏതാണ് എളുപ്പം? നമ്മളും ഇത് കേൾക്കുന്നവരും ഒന്ന് ശ്രദ്ധിക്കണം. ആ ചോദ്യത്തിന് നമ്മൾ എന്തുത്തരം നൽകുക എന്നുള്ളത് നമ്മളോട് ചോദിക്കുകയാണ്. പക്ഷപാതക്കാരനോട് നിൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതാണ് എളുപ്പം, അതോ കിടക്ക എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതാണ് എളുപ്പം? ഇത് കേൾക്കുമ്പം ഈ കേൾക്കുന്ന ആളും അതിനെക്കുറിച്ചും ചിന്തിക്കണം. ഏതായിരിക്കും എളുപ്പം? എളുപ്പം ഒന്ന് തന്നെയാണ്. ഏതാണ്? നിൻ്റെ പാപങ്ങൾ മോഹിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതാണ് എളുപ്പം. അത് പറയുന്ന എളുപ്പമാണ് അല്ലേ? കാരണം അത് മോഹിച്ചു തന്നില്ലോ എന്നൊന്നും അറിയില്ല ആരും. പക്ഷേ പക്ഷപാതക്കാരനോട് കിടക്ക എടുത്ത് നടക്കാമെന്ന് പറഞ്ഞാൽ ആ പക്ഷപാതക്കാരൻ കിടക്ക എടുത്ത് നടന്നില്ലെങ്കിൽ ആ പറഞ്ഞ വാക്ക് വെറുതെയാവും. മറ്റേതാരും അറിയുന്നില്ല. പക്ഷപാതക്കാരൻ കിടക്ക എഴുന്നേറ്റ് നടന്നില്ലെങ്കിൽ ആ പറഞ്ഞ വാക്ക് വ്യർത്ഥമാവുകയും ആ മനുഷ്യൻ്റെ മുമ്പിൽ പറഞ്ഞ ആൾ ചൂളിപ്പോവുകയും ചെയ്യും. പക്ഷേ എവിടെയാണ് അവിടെ നോക്കുന്നത്? പക്ഷപാതക്കാരനോട് പറയുന്നു, നീ കിടക്ക എഴുന്നേറ്റ് നടക്കുക എന്ന് പക്ഷപാതക്കാരനോട് പറയുന്നു. അപ്പോൾ അതിനു മുമ്പ് പറയുന്നുണ്ട്, മനുഷ്യപുത്രന് ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ അധികാരമുണ്ട്
എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതിന് നിങ്ങൾ അറിയേണ്ടതിന്. അപ്പോൾ അങ്ങനെ അധികാരമുള്ള ഒരുവന് മാത്രമല്ലേ പക്ഷപാതം എന്ന് പറഞ്ഞാൽ എഴുന്നേക്കാൻ കഴിയാത്ത സ്ട്രോക്ക് ബാധിച്ചവനാണ്. എൻ്റെ കയ്യോ കാലോ ശരീരമോ ഒന്നും അനങ്ങില്ല, എഴുന്നേറ്റ് നടക്കാനൊക്കെ. എഴുന്നേറ്റ് നടക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട. ഒന്ന് ചിലപ്പം ഒന്ന് തിരിഞ്ഞ് നടക്കാനൊക്കെ പറ്റിയാലും എഴുന്നേറ്റ് നടക്കൽ ചിന്തിക്കാനൊക്കത്തില്ല. അപ്പം നിങ്ങൾക്ക് അറിയണം എനിക്കിതിനുള്ള അധികാരമുണ്ടെന്ന് അറിയേണ്ടതിന് പക്ഷപാതക്കാരനോട് പറഞ്ഞു എഴുന്നേറ്റ് കിടക്ക എടുത്ത് വീട്ടിലേക്ക് പോകാൻ പറയും. അവനാ ഉടനെ തന്നെ കിടക്ക ഉൾപ്പെടെ എടുത്ത് അവർ കാണുക എഴുന്നേറ്റ് പുറപ്പെട്ടു പോയി. ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് കണ്ടു നിന്ന ആളുകൾ ദൈവത്തെ മഹത്വപ്പെടുത്തി. പക്ഷേ ഇവർ അത് മഹത്വപ്പെടുത്തിയോ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. അവിടെ നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും കടൽക്കരയിൽ ചെല്ലുന്നതായിട്ടും പുരുഷാരമൊക്കെയും യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വരുന്നതും അവരവരെ ഉപദേശിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അവിടെ വെച്ചാണ് ലേവി എന്ന മത്തായിയെ യേശുക്രിസ്തു ശിഷ്യനായിട്ട് തിരഞ്ഞെടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ ലേവിയെ സംബന്ധിച്ച് ലേവി ഒരു ടാക്സ് കളക്ടറാണ്. ടാക്സ് കളക്ടർ യഹൂദർക്ക് ഇഷ്ടമുള്ള ഒരു കൂട്ടരല്ല. കാരണം അവർ അന്യായമായി പിരിക്കുകയും അവർ ദൈവത്തെ ജനത്തെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നവരാണ്. നമുക്കറിയാം, ബ്രിട്ടീഷുകാരൊക്കെ ഇന്ത്യയിൽ വന്നപ്പോൾ ബ്രിട്ടീഷുകാർ ഇവിടുത്തെ ഇന്ത്യക്കാരെ പട്ടാളക്കാരാക്കിയിട്ട് ആ പട്ടാളക്കാരെ കൊണ്ട് തന്നെ ഇന്ത്യക്കാരെ ഉപദ്രവിക്കാൻ വേണ്ടി ആയുധമാക്കി ഉപയോഗിച്ചു. അതുപോലെ ഇവിടെയും ഒരു ചുങ്കക്കാരനായിരിക്കുന്നത് ലേവിയാണ്. ലേവി ഗോത്രത്തിൽ പറഞ്ഞവനെയാണ്. ഈ ഇസ്രായേലിനെ തന്നെ അവരുടെ ഉദ്യോഗസ്ഥനാക്കി തിരഞ്ഞെടുത്തുകൊണ്ട് അവർ ആ പണി ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെ വെച്ച് എന്നെ അനുഗമിക്കാൻ പറയുന്നു. അപ്പം തന്നെ ലേവി മാത്യു യേശുക്രിസ്തുവിനെ അനുഗമിക്കാൻ വേണ്ടി പുറപ്പെട്ടു പോകുന്നതാണ്. അപ്പോൾ ഇവിടെ മറ്റൊരു ഇഷ്യൂ ഉണ്ടാകുന്നത്, യേശുക്രിസ്തു പാപികളോടും ചുങ്കക്കാരോടും കൂടി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ പറയുന്ന മറ്റൊരു ആരോപണം. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് യേശുക്രിസ്തു അവരോട് പറഞ്ഞത്, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഞാൻ നീതിമാന്മാരെ വിളിക്കാനല്ല വന്നത്, പാപികളായിരിക്കുന്നവർ വിളിക്കാൻ. നീതിമാന്മാർക്ക് അതിൻ്റെ ആവശ്യമില്ല, കാരണം നീതിമാന്മാരാണ്. പക്ഷേ പാപികൾക്ക് ആവശ്യമുണ്ട്. പാപികൾക്ക് സൗഖ്യം വേണം, വിടുതൽ വേണം, അവരുടെ പാപത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ വന്നത് എന്നവിടെ അസന്നിഗ്ധമായിട്ട് യേശുക്രിസ്തുവോടെ പ്രസ്താവിക്കുന്നുണ്ട്. പിന്നെ വരുന്ന വിഷയം, യോഹന്നാൻ്റെ ശിഷ്യന്മാരും പരീശന്മാരും ഒക്കെ ഉപവസിക്കുന്നുണ്ട്, നിൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ല എന്നുള്ളതാണ് പരീശന്മാർ മറ്റൊരു ഇത്. യേശുക്രിസ്തുവിൻ്റെ മറുപടി, മണവാളൻ കൂടെയുള്ളപ്പോൾ തോഴ്മക്കാർക്ക് ഉപവസിക്കേണ്ട കാര്യമില്ല. ഉപവസിക്കേണ്ട കാര്യമില്ല. എന്നാൽ മണവാളൻ അവർ വിട്ടുപോകുന്നൊരു കാലം വരും. അതായത് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമായിട്ട് വിട്ടുപോകുന്ന കാലം വരും. ഇത് തൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് യേശുക്രിസ്തു പറയുന്നതാണ്. പിന്നെ യേശുക്രിസ്തു അവരുടെ കൂടെ ഇല്ല. ആ കാലത്ത് അവർ ഉപവസിക്കും എന്ന് പറയുന്നുമുണ്ട്. പിന്നെ ഒരു വിഷയം വരുന്നത്, അവർ വിളഭൂമിയിൽ കൂടെ കടന്നു പോകുമ്പോൾ കതിര് പറിച്ച് തിന്നു ശിഷ്യന്മാർ. ഇവർ ശബത്ത് ദിവസമാണ്. ശബത്ത് ദിവസത്തിൽ അത് തെറ്റായ കാര്യമാണ്. അപ്പോൾ ശബത്തിൽ ചെയ്യാൻ പാടില്ല. അത് പറയുമ്പോൾ യേശുക്രിസ്തു അവരോട് ചോദിച്ചു, ദാവീദ് തനിക്കും കൂടെയുള്ളവർക്കും വിശന്നപ്പോൾ, അത് അന്ന് അബ്യാഥാർ പുരോഹിതൻ്റെ കാലത്ത് ദാവീദ് എൻ്റെ ആളുകളുമായിട്ടൊക്കെ അവിടെ ചെല്ലുമ്പോൾ കൂടെയുള്ള മുട്ട ഉണ്ടായി വിശന്നപ്പോൾ ഈ പുരോഹിതൻ തന്നെ അവർക്ക് ദൈവാലയത്തിൽ പുരോഹിതന്മാർക്ക് മാത്രമേ കഴിക്കാൻ പാടുള്ള കാഴ്ചയപ്പം എടുത്ത് അവർക്ക് കഴിക്കാൻ കൊടുത്തു. അപ്പോൾ അത് കഴിച്ചത് അങ്ങനെ സംഭവിച്ചത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? പിന്നെ അവിടെ പറയുന്നുണ്ട്, മനുഷ്യൻ ശബത്ത് നിമിത്തമല്ല, ശബത്ത് മനുഷ്യൻ നിമിത്തം അത്രേ ഉണ്ടായത്. അങ്ങനെ മനുഷ്യപുത്രൻ ശബത്തിനും കർത്താവാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പിച്ചു കൊടുക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് പറയുന്നൊരു കാര്യവും, ശബത്തിനും കർത്താവായ ഒരു മനുഷ്യനെ സംബന്ധിച്ചും യേശുക്രിസ്തു രണ്ട് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ജനത്തിൽ എത്ര കണ്ട് മനസ്സിലായി എന്നുള്ളത് മറ്റൊരു കാര്യമാണെങ്കിലും ഈ ഒരു സത്യം ഇത് അന്നത്തെ ജനത്തിന്, അല്ലെങ്കിൽ അന്നത്തെ അധികാരി വർഗത്തിന്, ശാസ്ത്രിമാർക്ക്, പരീശന്മാർക്ക്, പുരോഹിതന്മാർക്കൊക്കെയും അനുവദിച്ചു കൊടുക്കാനും സമ്മതിച്ചു കൊടുക്കാനും കഴിയാത്ത ഒരു കാര്യമായിരുന്ന കാര്യം അവരോട് അത് പറയുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ പറയുന്നത് അവർ മനസ്സിലാക്കിയാൽ തന്നെ അത് അംഗീകരിക്കാൻ അവർക്ക് മനസ്സില്ല. കാരണം അവർ മോശയുടെ ന്യായപ്രമാണത്തെയാണ് അവർ കാണുന്നത്. ആ മോശയുടെ ന്യായപ്രമാണത്തിന് വിരുദ്ധമായ ഒരു ന്യായപ്രമാണത്തെയോ
അതിന് മുകളിലുള്ള ഒരു അധികാരത്തെയും അവർ അംഗീകരിക്കുകയില്ല. ഇതൊക്കെയും ദൈവദൂഷണമായിട്ട് തന്നെയാണ് അവർ കാണുന്നത്. തന്നെ ദൈവത്തോട് തുല്യനാക്കാൻ വേണ്ടി യേശുക്രിസ്തു ശ്രമിക്കുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെയാണ് കാണുന്നത്. അത് നമുക്ക് തുടർന്നുള്ള വായനകളിൽ അത് വായിക്കാം. ഈ 3 വായനകളും ഇന്ന് ഇവിടെ ഈ ചെറുവിവരണം ഇവിടെ അവസാനിക്കുകയാണ്. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കൂടുതൽ ദൈവിക സത്യങ്ങളെ അറിയുവാനും കൂടുതൽ ദൈവത്തോട് അടുക്കുവാനും ദൈവം താങ്കളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.